പതുക്കെ അതൊക്കെ ആ ജാമൊക്കെ ഇങ്ങനെ കൊട്ടി ശരിയാക്കിയിട്ട് വണ്ടി മെല്ലെ തിരിച്ചു പോരുകയാണ്, സ്കൂളൊക്കെ ക്യാൻസൽ ചെയ്ത്. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മുഴുവനും വണ്ടി കേടുവന്നല്ലോ എന്നുള്ള ദുഃഖമാണ്. പക്ഷേ ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കാം. ഞാനിങ്ങനെ നോക്കുമ്പോൾ മോന് കരയുക, അവൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് അവൻ്റെ തലയൊക്കെ. അപ്പം ഞാനവനോട് ചോദിച്ചു, ആശുപത്രിക്ക് പോകണോ മോനെ? പറഞ്ഞു വേണ്ട. വേദനയുണ്ടോ? ഇല്ല. മരുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പുരട്ടിയാലോ? വേണ്ട. മോനൊന്നും വേണ്ട. പിന്നെന്തിനാ കരയണേ? വേദനയില്ലെങ്കിൽ പിന്നെന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ? അവരുടെ നെറ്റി പൊട്ടിയിട്ട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. ഞാൻ ചെറുതായി പോയി. എൻ്റെ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്ന എന്നോട് അവൻ്റെ ആരുമല്ലാത്തൊരമ്മയുടെ നെറ്റി പൊട്ടിയതിൻ്റെ പേരിൽ കരയുന്ന എൻ്റെ കുട്ടി ഒറ്റ നിമിഷം കൊണ്ട് വലിയൊരു മനുഷ്യനാവുകയും ഞാനൊരു ചെറിയ കുട്ടിയാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ആദ്യത്തെ അധ്യാപകർ നമ്മുടെ വാപ്പയും ഉമ്മയുമാണ്. പക്ഷേ അവസാനത്തെ അധ്യാപകർ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ കുട്ടിയുമാണ്.